ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെയും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെയും ഒരു കണക്ഷനെ പറ്റിയിട്ടാണ്. എന്തുകൊണ്ടാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ NPD ഉള്ള ആൾക്കാരെ അവരുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പാർട്ട്നേഴ്സായിട്ട് അട്രാക്ട് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഈ ഒരു ഡൈനാമിക്സിനെ പറ്റിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റിയിട്ടും NPDയെ പറ്റിയിട്ടും ഒക്കെ ഞാൻ ഈ ചാനലിൽ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ആ വീഡിയോസ് ഞാനിവിടെ പിൻ ചെയ്ത് വെക്കാം, അത് കണ്ടു നോക്കുക. പ്രത്യേകിച്ച് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ വീഡിയോ ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് കണ്ടു നോക്കിയ ശേഷം ഈ വീഡിയോ കാണുക. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറും നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ മുമ്പ് ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടും ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിൽ വരുന്ന രണ്ട് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണ്. എന്നാൽ രണ്ടും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണ്, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ആണ്. നമ്മളിവിടെ സംസാരിക്കുന്നത് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു സ്ത്രീയും NPD ഉള്ള ഒരു പുരുഷനും എങ്ങനെയാണ് ഇവർ അട്രാക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, അല്ലെങ്കിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഒരു BPD ഉള്ള ഒരു സ്ത്രീ ഒരു NPD ഉള്ള ഒരാളിനെ തന്റെ പാർട്ണറായിട്ട് അട്രാക്ട് ചെയ്യുന്നതും അവർ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതും അങ്ങനെയുള്ള കപ്പിൾസ് ഒരുപാടധികം നമ്മുടെ ഇടയിലുണ്ട്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകം ഒരു കാര്യം എടുത്തു പറയാനായിട്ടുണ്ട്. BPDയും NPDയും എന്ന പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് നിങ്ങൾ ഡയഗ്നോസ് ചെയ്യേണ്ടത് എപ്പോഴും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള, ഇതിനെപ്പറ്റി അവെയർ ആയിട്ടുള്ള, ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റിന്റെ കീഴിലായിരിക്കണം. അത് ഡയഗ്നോസ് ചെയ്ത ശേഷമാണ് നിങ്ങൾ ഇത്തരം വീഡിയോകൾ പ്രയോജനപ്പെടുത്തേണ്ടതും അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള ഇൻഫർമേഷൻ എടുക്കേണ്ടതും. കാരണം ഈ വീഡിയോസ് അവയർനെസ് പർപ്പസിന് വേണ്ടി ചെയ്യുന്ന വീഡിയോസ് ആണ്. ഇതൊരിക്കലും മറ്റൊരാൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരാളെ NPD ആണെന്നും BPD ആണെന്നും മുദ്രകുത്താൻ വേണ്ടിയിട്ട് വീഡിയോകൾ ഉപയോഗപ്പെടുത്താതിരിക്കുക, ദുരുപയോഗപ്പെടുത്താതിരിക്കുക. എന്തുകൊണ്ടായിരിക്കാം ഇവർ NPD ആയിട്ടുള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡൈനാമിക്സ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഇവർക്കിടയിൽ ഉണ്ടാവുന്നത്? അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഫോം ചെയ്തു വരുന്നത്? BPD ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ ലൈഫിലേക്ക് NPD ആയിട്ടുള്ള ഒരു പുരുഷൻ എങ്ങനെയാണ് കടന്നു വരുന്നത്? അതിൽ ഒന്നാമത്തെ കാര്യം കോംപ്ലിമെന്ററി ആയിട്ടുള്ള വൗണ്ട്സും ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള നീഡ്സും എന്നതാണ്. അപ്പൊ എന്താണ് ഈ കോംപ്ലിമെന്ററി വൗണ്ട്സും ഡിസ്ഫങ്ഷണൽ നീഡ്സും? അതായത് ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് എപ്പോഴും അവർക്ക് ഡീപ് സീറ്റഡ് ആയിട്ട് ഒരു അബാൻഡൻമെന്റ് ഫിയർ ഉണ്ടായിരിക്കും. ഞാൻ എന്നെല്ലാവരും ഒറ്റപ്പെടുത്തി പോകുമോ, എനിക്ക് ലൈഫിൽ ഞാൻ ഒറ്റപ്പെടുമോ? അതിനൊപ്പം തന്നെ അവർ വാലിഡേഷനും വളരെയധികം ക്രേവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. മറ്റുള്ളവരിൽ നിന്ന് വാലിഡേഷൻ കിട്ടുക, അവരുടെ ഒരു ഡിസ്റ്റോർഡ് ആയിട്ടുള്ള സെൽഫ് ഇമേജ്, സ്വന്തമായിട്ട് കോൺഫിഡൻസ് ഇല്ലാതിരിക്കുന്ന അവസ്ഥ, സെൽഫ് എസ്റ്റീം ഇല്ലായ്മ, ഇതിനെല്ലാം വാലിഡേഷൻ കിട്ടുക എന്നുള്ളത് വലിയൊരു നീഡാണ് ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് നാർസിസ്റ്റ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഇതിനകത്ത്. അല്ലെങ്കിൽ അവരുടെ ആ നീഡ്സ് മെറ്റ് ചെയ്യുന്ന ഒരാളായിട്ടായിരിക്കും ഇവർ NPD ഉള്ള ആൾക്കാർ ഇവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. കാരണം NPD ഉള്ള ആളിന്റെ ആ ഒരു കോൺഫിഡൻസും, ഇനീഷ്യലി അവർ കാണിക്കുന്ന ആ കോൺഫിഡൻസും, അവരുടെ ഒരു ഗ്രാൻഡിയോസ് നേച്ചറും, അവരുടെ ഒരു അസർട്ടീവ് ആയിട്ടുള്ള ഒരു സ്വഭാവവും, അവരുടെ ചാമും, ഇതെല്ലാം ഒരു BPD ഉള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അവരിൽ ലാക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവർ വിശ്വസിക്കുക എന്ന് പറയുന്നത്, ഓക്കെ, ഇതുള്ള ഒരാൾ എൻ്റെ രക്ഷകൻ എന്നുള്ള രീതിയിൽ അവതരിച്ചിരിക്കുകയാണ് എന്നുള്ള രീതിയിലായിരിക്കും BPD ഉള്ള ആള് ലവ് ബോംബിംഗ് സ്റ്റേജിൽ ആദ്യം ഒരു NPDയെ കണ്ടുമുട്ടുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ BPD ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ ഡീപ് സീറ്റഡ് ആയിട്ട് സെൽഫ് ഡൗട്ട്, സ്വന്തം എബിലിറ്റിയെ കുറിച്ചുള്ള സംശയങ്ങൾ, തന്നിലുള്ള സംശയങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്കുണ്ടായിരിക്കും. അതിനൊപ്പം തന്നെ വളരെ ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രഗിൾസിലൂടെ ആയിരിക്കും അവർ കടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരാള് അവരുടെ മുന്നിലേക്ക് വരുന്നത് ഒരു സൊല്യൂഷൻ പോലെ ആയിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നത്, അവർക്ക് തോന്നുന്നത്. ഈ വാലിഡേഷനും, എക്സ്റ്റേണൽ വാലിഡേഷനും, അഡ്മിറേഷനും, ഈ എപ്പോഴും പ്രശംസ നൽകിക്കൊണ്ടിരിക്കണം എന്നുള്ള ഈ നാർസിസ്റ്റിന്റെ ആ ഒരു നേച്ചർ, അതിനെ എപ്പോഴും ഫീഡ് ചെയ്യുന്നത് ഈ ലവ് ബോംബിംഗ് സ്റ്റേജിൽ അവര് എല്ലാം അവർക്ക് കൊടുക്കും. ഈ ഒരു നാർസിസ്റ്റ് അവരുടെ സൊല്യൂഷൻ ആണെന്ന് അവർക്ക് ഫീൽ ചെയ്തത് കൊണ്ട് തന്നെ, അവർക്ക് പെർഫെക്റ്റ് മാച്ച് ആണെന്നുള്ള ഫീലിംഗ് അവരിൽ വരുന്നതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാ ആഗ്രഹങ്ങളും, നാർസിസ്റ്റിന്റെ എല്ലാ ആഗ്രഹങ്ങളും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തി റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ സാധിച്ചു കൊടുക്കും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ BPD ഉള്ള ആളിന്റെ ആ ഒരു ഐഡിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ BPD ഉള്ള വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അവരുടെ ക്യാരക്ടറിൽ അവരുടെ ഒരു ബിഹേവിയറിലുള്ള ഒരു കാര്യമാണ്, സ്വഭാവത്തിലുള്ള ഒരു കാര്യമാണ്. ഒരാളെ ഐഡിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പോസിറ്റീവ് മാത്രമേ അവർ കാണുകയുള്ളൂ, ഫുൾ പോസിറ്റീവ് ആണ്. പിന്നെ അപ്പോൾ ഈ ഒരു NPD ആയിട്ടുള്ള ആളിന്റെ
അയാളുമായിട്ട് ഡീപ്പായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു ആവശ്യം കൂടി അവരിൽ ഉള്ളത് കൊണ്ട് എന്ത് വില കൊടുത്തും അവരുടെ ആഗ്രഹങ്ങളും അവരെ തൃപ്തിപ്പെടുത്താനുമായിരിക്കും ഇനീഷ്യൽ സ്റ്റേജസിൽ റിലേഷൻഷിപ്പിന്റെ ഒരു BPD ആള് ട്രൈ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം സെഡക്ഷൻ ഓഫ് ഐഡിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിന്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ ഇത്തരത്തിൽ വളരെയധികം ഒരു വാലിഡേഷനും വളരെയധികം ഒരു ഈ BPD പേഴ്സണ് വേണ്ട അവരുടെ നീഡിലുള്ള പല കാര്യങ്ങളും NPD സാധിച്ചു കൊടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ആ ലവ് ബോംബിംഗ് സ്റ്റേജിൽ ഇവരുടെ സപ്ലൈയെ ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, NPD പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ BPD പേഴ്സണ് വളരെ യുണീക്കായിട്ട് അവരെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി, ഇതാ എൻ്റെ രക്ഷകനായിട്ടുള്ള വ്യക്തി, ഇതാ എൻ്റെ സോൾമേറ്റ് വന്നിരിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും BPD പേഴ്സണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലവ് ബോംബിംഗ് സ്റ്റേജിൽ NPD ആയിട്ടുള്ള ആൾ കൊടുക്കുന്ന ഇന്റൻസ് ആയിട്ടുള്ള അഫെക്ഷനും അറ്റൻഷനും ഒക്കെ ഒരു ആന്റിഡോട്ട് ആയിട്ട് തന്നെയാണ് ഈ BPD ആയിട്ടുള്ള ആളിന് അവർ ചെറുതിലെ അനുഭവിച്ചു വന്നിരുന്ന അൺവർത്തിനെസ്സിനും അവർക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു രീതിയിൽ അല്ലെങ്കിൽ ആ ഫീലിങ്ങോടുകൂടി വളർന്നു വന്നവരായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അത് അനുഭവിച്ച് വന്നവരായതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു ആന്റിഡോട്ട് ആയിട്ടായിരിക്കും, ഒരു മെഡിസിൻ ആയിട്ടായിരിക്കും BPD പേഴ്സണെ ഫീൽ ചെയ്യുന്നത്. ഇപ്പൊ നാർസിസിസ്റ്റിക് റിസർച്ചേഴ്സിനിടയ്ക്ക് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകൾക്കിടയ്ക്ക് ഇതിനെ ഒരു ഹോളിവുഡ് റൊമാൻസ് എന്നുള്ള രീതിയിലാണ് അവർ വിശേഷിപ്പിക്കുന്നത്. കാരണം ഇത് അവർക്ക് ഫീൽ ചെയ്യുന്നത് നല്ലൊരു ഹോളിവുഡ് സിനിമയിലെ നായകനും നായികയും പോലെ ആയിരിക്കും അവർക്ക് രണ്ടുപേർക്കും ഫീൽ ചെയ്യുന്നത്. ഭയങ്കര അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സ്വപ്നങ്ങളും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷനും ഒക്കെ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നത്. ഇതിലൊരു ഷിഫ്റ്റ് വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിലൊക്കെ കടന്നു കഴിഞ്ഞിട്ട് ഈ ഹണിമൂൺ സ്റ്റേജൊക്കെ കഴിഞ്ഞ് ഇത് കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ്. അപ്പോൾ ഈ NPD പേഴ്സന്റെ എപ്പോഴും അറ്റൻഷൻ വേണ്ട, എപ്പോഴും വാലിഡേഷൻ വേണ്ട, എപ്പോഴും പ്രശംസ വേണ്ട ഒരു നേച്ചർ ഇവർക്ക് ബുദ്ധിമുട്ടായി തുടങ്ങും. അപ്പം ഈ പറയുന്ന NPD പേഴ്സണ് ഇത് ഈ ഒരു BPD പേഴ്സണിന് അവരുടെ നീഡ്സ് പറയുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ അതിനെ പറ്റി പറയുമ്പോൾ, അവരുടെ ഫ്രീഡത്തെ പറ്റി, അവരുടെ ഇൻഡിവിജ്വലിറ്റിയെ പറ്റിയിട്ടൊക്കെ BPD പറഞ്ഞു തുടങ്ങുമ്പോൾ, BPD പേഴ്സൺ പറഞ്ഞു തുടങ്ങുമ്പോൾ NPD ആൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങും. അയാൾക്ക് ബോർഡം വന്നു തുടങ്ങും, അയാൾക്ക് പുതിയ സപ്ലൈകൾ തേടി പോകാനുള്ള ടെൻഡൻസീസ് വന്നു തുടങ്ങും. ഈ ഷിഫ്റ്റ് ഈ റിലേഷൻഷിപ്പിലേക്ക് കടന്നു കഴിഞ്ഞിട്ടാണ് സംഭവിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐഡിയലൈസേഷനും ഡീവാലുവേഷനും എന്ന് പറയുന്ന ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു NPD ആയിട്ടുള്ള ഒരാൾ അറിയാമല്ലോ, അവർക്ക് ആ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അവർ ഓൾറെഡി തന്നെ സപ്ലൈകളെ വേറെ റെഡിയാക്കി വെക്കുന്നവരാണ്. അപ്പൊ ഏതെങ്കിലും തരത്തിൽ വേറൊരു ആളുമായിട്ട് റിലേഷൻഷിപ്പിലേക്കായി, അല്ലെങ്കിൽ അത് ഇവർ കണ്ടുപിടിച്ചു എന്ന് വെക്കുക, ഈ ബോർഡർ ലൈനുള്ള ആള് അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു റിഫ്റ്റ് ഒരു ചെറിയ സമയത്തേക്കേ ഉണ്ടാവുകയുള്ളൂ. കാരണം പെട്ടെന്ന് തന്നെ ഇവരെ ഡിവാല്യൂ ചെയ്യും. ഈ ഒരു NPD ഉള്ള ആളിനെ BPD ആയിട്ടുള്ള പേഴ്സൺ ഫുള്ളി ഡിവാല്യൂ ചെയ്യും. അപ്പോൾ ഐഡിയലൈസ് ചെയ്തിരുന്ന സമയത്ത് ഫുൾ പോസിറ്റീവ് കണ്ടുകൊണ്ടിരുന്ന ആള് ഫുൾ നെഗറ്റീവ് ആവും ഡിവാല്യൂ ചെയ്യുന്ന സമയത്ത്. ഈ ഡിവാലുവേഷൻ പക്ഷേ ഒരു ചെറിയ പീരീഡ് വരെ നിലനിൽക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഡിവാല്യൂ ചെയ്തിട്ട് BPD പേഴ്സൺ അകന്നു പോകുമ്പോൾ തന്നെ NPD പേഴ്സൺ ഓൾറെഡി അയാൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കും മൈൻഡിൽ ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അയാളുടെ പഴയ ആ ലവ് ബോംബിംഗ് സ്റ്റേജിലെ ആ ചാമായിട്ടുള്ള നേച്ചർ വീണ്ടും പുറത്തെടുത്തു തുടങ്ങും. പിന്നെ സബ്റ്റിൽ ആയിട്ടുള്ള മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിലൊക്കെ കൂടെ അവരെ ഒന്ന് അവരുടെ കുറവുകളൊക്കെ ഒന്ന് കളിയാക്കി വിട്ട് ഇയാളുടെ ചാംനെസ് കൂടുതൽ കാണിച്ച് ഞാൻ ഇവരുടെ ആ ഒരു രക്ഷകൻ എന്ന് പറയുന്ന ഒരു സാധനം വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ഇവരെ റിലേഷൻഷിപ്പിലേക്ക്, അല്ലെങ്കിൽ ആ ഐഡിയലൈസിങ് സ്റ്റേജിലേക്ക് ഒരു NPD പേഴ്സൺ കൊണ്ടുപോയി. ഇപ്പൊ വീണ്ടും എപ്പോഴും അഡ്മിറേഷൻ വേണ്ടി വരുന്ന, എപ്പോഴും വാലിഡേഷനും അറ്റൻഷനും വേണ്ട NPDക്ക് അത് കുറഞ്ഞു വരുമ്പോൾ അത് ഭീകരമായിട്ട് അത് കിട്ടണം. വീണ്ടും ഇവരിൽ നിന്ന് നേടിയെടുക്കണം, ഇവരുടെ മേലെ കൺട്രോൾ വേണം, ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യണം, ഗ്യാസ്ലൈറ്റ് ചെയ്യണം. അപ്പൊ ഇതൊക്കെ ചെയ്ത് ഇവർ വീണ്ടും ഈ ഒരു രീതിയിൽ ആദ്യമൊക്കെ ഇവർ പ്രകടിപ്പിക്കുക ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടും പൊട്ടിത്തെറിച്ചുകൊണ്ടും ഇവരെ ബാക്കിയുള്ളവർ മുമ്പ് വെച്ച് അപമാനിക്കുക, പ്രൈവറ്റ് ആയിട്ടുള്ള സമയങ്ങളിലും ഇവരെ കുത്തി പറയുക, അവരുടെ ബലഹീനതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ ഉള്ളിലെ ഒരു എംപ്റ്റിനെസ്സിനെ, സെൽഫ് ഡൗട്ട് വരുത്തുന്ന ആ ഒരു കാര്യത്തിനെ ഊതി വീർപ്പിച്ചുകൊണ്ട് ഗ്യാസ്ലൈറ്റിങ്ങിലൊക്കെ പെട്ടെന്ന് വീഴുന്നവരാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ. കാരണം അത്രയും ഇൻസെക്യൂർ ആണ് അവരുടെ ഉള്ളിൽ, അവർ ഇന്റേണലി അത്രയും സ്ട്രഗിൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ NPDയുടെ ഈ ടാക്ടിക്സിൽ BPD വീഴുകയും തിരിച്ചു വരികയും ചെയ്യും. അങ്ങനെ വീണ്ടും ഇവര് ഐഡലൈസ് ചെയ്യാൻ തുടങ്ങും NPD ആയിട്ടുള്ള ആളിനെ. അങ്ങനെ വീണ്ടും ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള സൈക്കിള് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് വീണ്ടും ഇവർ ഇതിലേക്ക് വരുന്നതെന്നും എന്തുകൊണ്ടാണ് ഇവർ ഇതിൽ വീണതെന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാരണമാണ് ഫെമിലിയാരിറ്റി ആൻഡ് റെപ്പറ്റീഷൻ കമ്പൾഷൻ എന്ന് പറയുന്ന ഒരു കാര്യം.
ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില അല്ലെങ്കിൽ പല ഈ ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഇൻഡിവിജ്വൽസിലും അവരുടെ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവരുടെ കുട്ടിക്കാലം വളരെ മോശമായിരിക്കാം പല കേസസിലും. സാധാരണ അങ്ങനെയാണ് വരാറ്, അല്ലാത്ത കേസസും ഉണ്ട്. എന്നാൽ വളരെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ നിറഞ്ഞ ഇൻവാലിഡേറ്റിംഗ് ആയിട്ടുള്ള അവർക്ക് വേണ്ട ഒരു ഇമോഷണൽ കെയർ കിട്ടിയിട്ടില്ലാത്ത ഒരു ബാല്യകാലമായിരിക്കും പലപ്പോഴും അവർക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ എൻ പി ഡിയുമായിട്ടുള്ള ഒരു ഡൈനാമിക്സും ഇവർക്ക് ഫെമിലിയർ ആയിരിക്കും. കാരണം ഇവരുടെ ഫാമിലി ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലിയോ അല്ലെങ്കിൽ പാരന്റ്സിന് ആർക്കെങ്കിലും ബോർഡർ ലൈൻ ഉണ്ടാവാനോ ഒക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഒരു ഡൈനാമിക്സിൽ വളർന്നു വന്നവർക്ക് അവർക്ക് ഈ എൻ ബി ഡിയുമായിട്ടുള്ള ഒരു ഡൈനാമിക്സ് വളരെ ഫെമിലിയർ ആയിരിക്കും. കാരണം കുട്ടിക്കാലത്തും ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നു, ഇത്രയും രീതിയിലായിരുന്നു എൻ്റെ പാരന്റ്സും ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫെമിലിയാരിറ്റി കാരണം ഉണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു അഫെക്ഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു വിധേയത്വം ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. സ്ട്രോങ് ആയിട്ടുള്ള പൊട്ടിത്തെറിയും ഐഡിയലൈസേഷനും ഡീവാലുവേഷനും വീണ്ടും തിരിച്ചവിടെ വരുന്നതും എനിക്കിനി ഒന്നും വേണ്ട, റിലേഷൻഷിപ്പ് വേണ്ട, നിർത്തി പോവുകയാണെന്ന് പറഞ്ഞ് പോകുന്നതും കുറച്ച് ദിവസങ്ങൾക്ക് വീണ്ടും തിരിച്ചു വരുന്നതും ഈ 0 to 100 പോയിട്ട് 100ൽ നിന്ന് നേരെ 0 വരുന്നത്, ഈ ഒരു ഡൈനാമിക്സ് ചെറുതിലെ അവർ വളർന്നു വന്നപ്പോഴും ഇവരുടെ പാരന്റ്സിൽ നിന്നും അവർ അനുഭവിച്ചിട്ടുള്ളതും അതിന്റെ സഫർ ചെയ്ത് വന്നതുമായിരിക്കും. അത് അവർക്ക് തന്നെ അത് ഒരു അവയർനെസ് ഇല്ലെങ്കിൽ പലപ്പോഴും അവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്ന് പോലും ഇല്ല. അത് തന്നെയാണ് ഈ റെപ്പറ്റീഷൻ കമ്പൽഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ ഒരു ഫിനോമിനൻ ആണ്. അതായത് ഇവർ കോൺഷ്യസ്ലി അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, പക്ഷെ പണ്ട് നടന്നിരുന്ന കാര്യങ്ങൾ, പണ്ടുള്ള അതേ ഡൈനാമിക്സ് തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ഡൈനാമിക്സിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ഉണ്ടാവുമെന്ന് ബി പി ഡി പേഴ്സൺ എക്സ്പെക്ട് ചെയ്യും. കാരണം ചെറുതിലെ എൻ്റെ പാരന്റ്സിൽ നിന്നും ഇത്തരം ഇൻസിഡൻസ് ഉണ്ടായി, പിന്നെ ഇത് മാറി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, ഒരു മാറ്റവും ഉണ്ടായില്ല, ഒരുപാട് കാലം അവരിൽ നിന്നും ഇത്തരം സഫറിങ് തന്നെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ വ്യക്തിയിൽ അതേ സഫറിങ് ഡിഫറെന്റ് ഔട്ട്കം ഉണ്ടാക്കുമെന്നും നല്ലത് നാളെ അത് മാറി വരുമെന്നും ഉള്ള എക്സ്പെക്ടേഷനിലായിരിക്കും ബി പി ഡി പേഴ്സൺ ഉണ്ടാവുക. അപ്പൊ തിരിച്ച് ഇരട്ടി എഫേർട്ട് ഇട്ടുകൊണ്ട് തിരിച്ച് ഇവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തിരിച്ച് റിലേഷൻഷിപ്പിലേക്ക് അവർ വരും. അപ്പൊ ഇങ്ങനെ ഇവർ എഫേർട്ട് ഇടുന്നത് എൻ പി ഡി പേഴ്സണും സന്തോഷമേ ഉള്ളൂ. കാരണം അവർക്ക് വേണ്ട വാലിഡേഷൻ വീണ്ടും അറ്റൻഷനും വീണ്ടും അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സപ്ലൈയിൽ തന്നെ ടെമ്പററി ആയിട്ട് ഉറച്ചു നിൽക്കാനായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് താൽക്കാലികമായിട്ട് അവർ ഹാപ്പി ആയിരിക്കും. ഞാൻ ഈ പറയുന്ന ടെൻഡൻസീസ് ഡിഫറെന്റ് ആയിട്ട് തന്നെ ഈ ഡൈനാമിക്സിൽ വരാം, ഈ റിലേഷൻഷിപ്പ് ഡൈനാമിക്സിൽ അല്ലെങ്കിൽ ബി പി ഡി ഉള്ള ആൾക്കാരിൽ. കാരണം ഈ ബി പി ഡി എന്ന് പറയുന്നത് ഒരു സ്പെക്ട്രമാണ്. ഈ സ്പെക്ട്രത്തിൽ പല സ്ഥലത്തായിരിക്കും ബി പി ഡി ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ഓരോരുത്തരും നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാ സയൻസും എല്ലാവരിലും ഉണ്ടെന്ന് വരില്ല. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്ന ഒരു കാര്യം കൂടിയാണ്. പിന്നെ നാലാമത്തെ കാര്യം ലാക്ക് ഓഫ് ഹോൾ ഒബ്ജക്റ്റ് റിലേഷൻസ് എന്ന് പറയുന്ന ഒരു സംഗതി. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോൾ ഒബ്ജക്റ്റ് റിലേഷൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ഫിനോമിനൻ ആണ്. അതായത് സാധാരണ വ്യക്തികളിൽ ഒരു ആളിന്റെ ഒരു പേഴ്സണിന്റെ ഗുഡ് സൈഡും ബാഡ് സൈഡും കാണാൻ പറ്റുന്ന, ഗുഡ് ക്വാളിറ്റീസും ബാഡ് ക്വാളിറ്റീസും കാണാനും തിരിച്ചറിയാനും പറ്റുന്ന ഒരു കഴിവിനെയാണ് ഈ ഇത് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ സാധാരണ ആൾക്കാർക്കാണെങ്കിൽ ഒരു പേഴ്സണെ കാണുമ്പോൾ അവരുടെ ഒരു എയ്തർ ബ്ലാക്ക് ഓർ വൈറ്റ് എന്നുള്ള രീതിയിലായിരിക്കില്ല നമ്മൾ ചിന്തിക്കുന്നത്. അതായത് ഇവരുടെ എ ബി സി ആണ് ഇവരുടെ പോസിറ്റീവ്സ്, എന്നാൽ സി ഡി എന്നുള്ളത് ഇവരുടെ നെഗറ്റീവ്സ് ആണ്, അല്ലെങ്കിൽ ഇവർ ഇംപ്രൂവ് ചെയ്യേണ്ട പോയിന്റ്സ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് റെഡ് ഫ്ലാഗ് ആണെങ്കിൽ നമുക്ക് റെഡ് ഫ്ലാഗ് ആയിട്ട് തന്നെ കാണാൻ പറ്റും. ഗുഡും ബാഡും നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു അബിലിറ്റി ഉണ്ടായിരിക്കും. എന്നാൽ എൻ പി ഡി ഉള്ള ആൾക്കാരിലും ബി പി ഡി ഉള്ള ആൾക്കാരിലും ഇത് വളരെ ഡിഫറെന്റ് ആണ്. കാരണം ക്ലസ്റ്റർ ബിയിൽ വരുന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇവരിൽ ഇത്തരം ട്രെയ്റ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേർക്കും ഒരു കംപ്ലീറ്റ്ലി ആൾ ഗുഡ് ഓൾ ബാഡ് എന്നുള്ള രീതിയിലായിരിക്കും കാര്യങ്ങളെ കാണുന്നത്. ഈ ഒരു ഡൈനാമിക്സ് കാരണം തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇവരിങ്ങനെ കൂടുതൽ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരെ ഇവർ എയ്തർ ഓൾ ഗുഡ്, എല്ലാം തികഞ്ഞവർ, അല്ലെങ്കിൽ എല്ലാം പോസിറ്റീവായിട്ടുള്ള മനുഷ്യരെന്നും, ഇല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ആൾക്കാരെന്നും കംപ്ലീറ്റ്ലി ലേബൽ ചെയ്ത് ആ രീതിയിൽ ആണ് അവർ കാണുന്നത്. അല്ലാതെ ഇന്ന കാര്യങ്ങൾ ഗുഡ് ആണ്, അവരിൽ ഇന്ന കാര്യങ്ങൾ ബാഡ് ആണ് എന്നുള്ള ഒരു എയ്തർ ബ്ലാക്ക് ഓർ വൈറ്റ് അല്ലാതെ ഗ്രേ ഷെയ്ഡിൽ കാണാനുള്ള ഒരു കഴിവ് അവർക്കില്ല. എക്സ്ട്രീമാണ്, രണ്ടും എക്സ്ട്രീമാണ്. ഇതിന് സ്പ്ലിറ്റിംഗ് എന്നാണ് ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ടേംസിൽ പറയുന്നത്. അഡ്രസ് ചെയ്തില്ലെങ്കിൽ വളരെ എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള എന്നാൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അഡിക്ഷൻ ആയിരിക്കും ഇവർക്കിടയിൽ ഉണ്ടാകുന്നത്. അത് ബോർഡർലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളിനെയാണ് ഏറ്റവും ബാധിക്കുന്നത്. കാരണം അവർ വിക്ടിമായിട്ട് നിൽക്കുമ്പോഴും
വിക്ടിം ആണെന്നുള്ള തിരിച്ചറിവിലായിരിക്കില്ല അവർ മുമ്പോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ആണെന്ന് തിരിച്ചറിഞ്ഞാലും ആ റിലേഷൻഷിപ്പിൽ നിലനിന്നായിരിക്കും മെജോറിറ്റി ഓഫ് കേസസിൽ മുന്നോട്ട് പോകുന്നത്. അത് വളരെ അധികം എക്സോസ്റ്റിംഗ് ആയിരിക്കും, എന്നാൽ അഡിക്റ്റീവുമായിരിക്കും അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ എന്നോട് ചേർത്ത് തന്നെ പറയുന്ന കാര്യമാണ് 5ാമത്തെ പോയിന്റ്, ദ അല്യൂർ ഓഫ് ഇന്റൻസിറ്റി. ഈ ഇമോഷൻ ഹൈസ് ആൻഡ് ലോസ് യഥാർത്ഥത്തിൽ സംഭവിച്ചു കൊടുക്കൊണ്ടിരിക്കുന്ന ഈ ഡ്രാമ, ഹൈലി ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു ജീവിതം, ഇവരുടെ ഇൻ ബിറ്റ്വീനുള്ള ഒരു ആഴ്ച കലിപ്പനാണെങ്കിൽ മറ്റൊരാഴ്ച നല്ലവൻ, വീണ്ടും ഇതിപ്പോ ഇതിനിടയിലുള്ള ടൈം ഫ്രെയിംസ് മാറി മാറി വരുമെങ്കിലും ഈ ഒരു സൈക്കിൾ ഇങ്ങനെ ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇവർക്കിടയിൽ. അതുകൊണ്ട് തന്നെ ഇവര് ഈ ഒരു കാര്യത്തെ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആള് ഡീപ്പായിട്ടുള്ള കണക്ഷനും പാഷനും എന്നായിരിക്കും അവർ വിചാരിക്കുന്നത്. റിയലിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ അവർക്ക് ബോറിംഗ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. കാരണം അവർ ഫെമിലിയർ അല്ലല്ലോ, അവർ ചെറുതിലെ വളർന്നു വന്നതും ഇത്തരം ഡ്രാമ കണ്ടിട്ടാണ്, ഇത്തരം ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഇത്രയും അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളിലാണ്, അല്ലെങ്കിൽ പാരന്റിങ്ങിലൂടെയാണ് അവർ കടന്നു വന്നത്. അവർക്ക് ഇതും ഫെമിലിയർ ആണ്, സെയിം ആണ്. ഒരു ഡ്രാമയും പെട്ടെന്ന് തന്നെ ഇപ്പൊ ഒരു രീതിയിൽ ഭയങ്കരമായിട്ടുള്ള അബ്യൂസ് ചെയ്യുക, അത് കഴിഞ്ഞ ഉടനെ വീണ്ടും ഭയങ്കരമായിട്ടുള്ള ഐഡിയലൈസേഷൻ, പുറത്തു പോയ ഫുഡ് കഴിക്കുക, വീണ്ടും പഴയ പോലെ അടിപൊളി കാര്യങ്ങളൊക്കെ ചെയ്യുക, ഈ 0യിൽ നിന്ന് നേരെ 100ൽ വരിക. ഇത് ഒരു കൈൻഡ് ഓഫ് എന്റർടൈനിങ് ആണ് സൈക്കോളജിക്കലി. ബാക്കിയുള്ള കാമായിട്ടുള്ള ഈ പറയുന്ന ശാന്തമായിട്ടുള്ള സാധാരണ റിലേഷൻഷിപ്പുകളൊക്കെ ബോറിംഗ് ആയിട്ടായിരിക്കും ഇവർക്ക് ഫീൽ ചെയ്യുന്നത്. പലരും ഇപ്പോഴും ഈ NPD BPD റിലേഷൻഷിപ്പുകളിൽ കണ്ടിന്യൂ ചെയ്യുന്നവരാണ്. അവരുടെ BPD എന്ന് പറയുന്ന ഒരു കാര്യം അഡ്രസ്സ് ചെയ്യാതെ തന്നെ, അല്ലെങ്കിൽ അതിന് വേണ്ട തെറാപ്പി എടുക്കാതെ കണ്ടിന്യൂ ചെയ്യുന്നവരാണ് മെജോറിറ്റി ഓഫ് ദി കേസസും. 99% എന്ന് ഞാൻ പറയും. ഈ ഡൈനാമിക്സിൽ ബാക്കിയുള്ളവരെ അബ്യൂസ് ചെയ്യുന്ന, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ടെൻഡൻസീസ് വരുമ്പോഴാണ് ഇത് വളരെയധികം ഡേഞ്ചറസ് ആവുന്നതും ഇത് അഡ്രസ്സ് ചെയ്യാതിരുന്നാൽ വളരെയധികം പ്രോബ്ലമാറ്റിക് ആയിട്ട് മാറുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം നിങ്ങളെ ബ്ലെയിം ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല. നിങ്ങൾക്ക് അവയർനെസ്, കൃത്യമായിട്ടുള്ള അവയർനെസ് നിങ്ങളിൽ എത്താൻ വേണ്ടിയിട്ടും, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടും വേണ്ടാത്ത കാര്യങ്ങളെ പറ്റിയിട്ടും, നിങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും കൃത്യമായിട്ടുള്ള അവയർനെസ് നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഉള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെ കാണുക. നിങ്ങളുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ നിങ്ങൾ എഴുതി അറിയിക്കുക. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറും നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറും ഡയഗ്നോസ് ചെയ്യേണ്ടത് ഒരു പ്രൊഫഷണൽ തെറാപ്പിസ്റ്റിന്റെ കീഴിൽ വളരെയധികം അത്യാവശ്യമാണ്. അതിൽ തെറാപ്പി എടുത്ത് മുമ്പോട്ട് പോകേണ്ടതും വളരെയധികം അത്യാവശ്യമാണ്. NPD ആയിട്ടുള്ള ആൾ അതിന് തയ്യാറാവില്ല എന്നുള്ളത് നമുക്ക് ഏകദേശം നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആൾ അതിന് തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറാപ്പി ഉണ്ട്. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലൈഫ് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. തെറാപ്പി ദയവ് ചെയ്ത് നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോ, റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും